ഹലോ ഗായ്സ്, ഹായ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ഒരുമിച്ച് ചെയ്യണേ. മാത്രമല്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇഷയോഗയ്ക്ക് പോവാണ്. വൈബുവിൻ്റെ ആദ്യത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. വൈഫ് കുറച്ച് നാളാണ്, എന്നാലും നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ബാഗ് പാക്ക് ചെയ്താലോ? ഡൈപ്പർ ബാഗിലാണോ? നമ്മുടെ ബേബിയുടെ എല്ലാ സാധനങ്ങളും വെക്കുന്നത് ഈ ഡൈപ്പർ ബാഗിലാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഈ സംഭവങ്ങളൊക്കെ ഇതിൽ കൊള്ളും. നമുക്ക് ഇത്ര ആവശ്യമില്ല, എന്നാലും അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മോനും ഇവിടൊക്കെ എടുക്കും കേട്ടോ. ചേച്ചിയുടെ എടുത്ത് ഉണ്ണിയുടെ കുറച്ച് നാല് ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. കയ്യില്ലാത്തതും ഒക്കെയായിട്ട് ഡ്രസ്സ് ഉണ്ട്. പിന്നെ ഞാനൊരു 4 ജോഡി ട്രൗസർ കൈ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഡൈപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മളൊരു ഷീറ്റ് കൈ പിടിച്ചിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ അത്രയും നേരം എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് എടുക്കണം തോന്നിയാൽ ജസ്റ്റ് എവിടെയെങ്കിലും ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. എന്നാലും നമ്മൾ ഒരു ഇതിനെ കൈ പിടിക്കുന്നു. ഡൈപ്പർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വല്ല പത്തിക്കുട്ടി പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഡൈപ്പർ അത് കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ തൊപ്പി, പിന്നെ ഒരു കർച്ചീഫ്, അതൊക്കെ എൻ്റെ അതിനൊക്കെ മുകളിലാണ് വെക്കുന്നത്. എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം മുകളിലാണ് വെക്കണേ. പിന്നെ 2 കവറുണ്ട്. ഇപ്പോൾ വല്ല ഡൈപ്പറോ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ഇതിനുണ്ടായിരുന്ന ഒരു കവർ കാണാൻ. അതൊക്കെ ഇതിലാണ് വെക്കുന്നത്. ഇതിനുള്ള കുറേ കള്ളികളുണ്ട്. ഒരു 4-5 കള്ളി ഡൈപ്പർ ഇടാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. പിന്നെ മെയിൻ മറ്റേ ഇത് കഴുത്തില് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാക്കാൻ ഇത് യൂസ് ചെയ്യാറില്ല, എന്നാലും ഇത് കൈ പിടിക്കാം. ഇപ്പോൾ പുറത്തേക്ക് പോണതല്ലേ എന്ന് വെച്ചിട്ട് അത് നമുക്ക് കൈ പിടിക്കാം. പിന്നെ മെയിനായിട്ട് ഇതാണ് ചേച്ചിയുടെ മോളാണ്, അവളുണ്ട് ടൂറിന്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള തുണിയുടെ മെഡിസിൻ അതാണ്. മെയിനായിട്ട് ഗ്യാസിൻ്റെ ഉണ്ട്, പനിക്കുള്ളതുണ്ട്, ചുമ. പിന്നെ ഇതും ചുമയുടെ തന്നെയാണ്. അങ്ങനെ കൈ കഴിയുന്നത്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. ഉണ്ണിയുടെ പാത്രം പിന്നെ ഇതിപ്പോ ഞാൻ അടച്ചു വെക്കണില്ല. എന്താ വെച്ചാൽ ഇനി വല്ലതും വെക്കാനുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഫൈനലായിട്ടൊന്നും ചെയ്യാം. ഫൈനലായിട്ടൊന്നും നോക്കാം. പിന്നെ കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടേതായ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഗ്യാസിൻ്റെ അതായത് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്യാസിൻ്റെയും അതുപോലെ പാരസെറ്റമോൾ അത് ഞാൻ കൈപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ യൂസ് ചെയ്യണില്ല, എന്നാലും വൈപ്സ് യൂസ് ചെയ്യാറില്ല, എന്നാലും ഇതെല്ലാം ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വൈപ്സ് ഇടുന്ന ഭാഗമാണ് ഇത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ അടച്ച് വെച്ച് ലോക്ക് ചെയ്താലും ഈ ഡൈപ്പർ ബാഗിൻ്റെ പ്രത്യേകത ബാക്കിൽ കൂടെ നമുക്ക് ഐറ്റംസ് എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഈ ബാഗിൽ മൊത്തം കുറേ വൈകി നല്ല കുറുമ്പിലാണ്. അവന് കളിക്കാൻ എന്തോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പാത്രം കൈപിടിച്ച് തരുന്നതല്ല, എന്തെങ്കിലും ആവശ്യത്തിന് ആക്കാൻ വേണ്ടിയിട്ട് അതും നമ്മൾ ഇവിടെ വെക്കുന്നു. പിന്നെ ഇതിന് നാളെ കുറേ വരും കേട്ടോ. ഉണ്ണിയുടെ ബോട്ടിൽ വരും. ഇത് വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് മാത്രം വെക്കുന്നതാണ്. പിന്നെ സ്പൂണ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂണ്. ഒന്നറിയില്ല, ആവശ്യം വരിക, അതുകൊണ്ട് മാത്രം വെക്കുന്നു. പിന്നെ ഒരു ചെറിയ കവറ് ഒരു പേര് വെക്കുന്നു. ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇവൻ്റെ ഈ തൊപ്പി ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? നീ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സമയം രാവിലെ 5:30.
എല്ലാവരും നേരത്തെ കൂടി കഴിഞ്ഞിട്ട് റെഡി ആവലൊക്കെ കഴിഞ്ഞു. ഇതിന് റെഡി ആവണ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, അതൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ 6:30ക്കാണ് വണ്ടി വരാം. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust's gentle flow. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ അധ്യായം തുടക്കമയന്ന് കേട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷത്തിറന്ന നാൾവാഴ്ത്ത് സ്നേഹം മധുരത്തെ ഇതായി വന്ദിച്ചാറ് കോപം കൊണ്ടാരും വേണ്ടി മലതളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ പൂച്ചൊടിയിൽ പിന്നാരം. കമലതളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിലാണ് ബസ്സുകാർ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നമ്മൾ പതുക്കെ വണ്ടിയിലേക്ക് തിരിച്ച് കയറണം. കുതിരാനൊക്കെ എത്തി. ആദ്യം പോകുന്നത് മലമ്പുഴയ്ക്കാണ്. ചേച്ചിയുടെ രണ്ടാമത്തെ ഉണ്ണി, പേര് ജനനി. നമ്മുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹായ് പറയ്, എവിടെയാന്ന് പറയ്. ഉറക്ക പറ. ഇപ്പൊ നമ്മളെന്താ കഴിച്ചേ? പിന്നെ ഞാൻ 4 ഇഡ്ഡലി കഴിച്ചു. മലമ്പുഴയൊക്കെ ഞങ്ങൾ വികാരമില്ല കൊണ്ടിൽ മുതാതി മിന്നും മിന്നൽ തൊടാതെടാ കൊണ്ടിൽ പെടാതെ നിന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കി ഞങ്ങൾ വികാരമില്ല വഴികൾ കടാതെ കേട്ടു നോക്കാമിടം പിന്നെ നോക്കൂ.
എടുത്തു ഞാൻ എടുത്തോണ്ടിരിക്കുക. എന്തായാലും പറ. ഇവിടെ നോക്ക്. ഇവിടെ നോക്ക് തിരിയെ. ആണ്ടി ഇവിടെ നോക്ക് തിരിയെ. ഹായ് പറയും. ഒന്നുകൂടി പറയട്ടാ. പറ എങ്ങനെയായിരുന്നു? എനിക്ക് വയ്യണ്ട ഇനി മുള്ളൊന്നും കാണാനില്ല സത്യം പറഞ്ഞ. വെള്ളം ഉണ്ടെങ്കിൽ തുറന്നു വിട്ടാലേ കാണാറില്ല. ദൂരം നടക്കാം. മലമ്പുഴ ഡാം എങ്ങനെ ഉണ്ടായിരുന്നു? വെരി വെരി ഷോ. ഇതൊക്കെ എന്ത് വയ്യാണ്ടായി മുകളിൽ പോയാ? വളരെ പെർഫെക്റ്റ് ടൈം. Constellations will find a way through the celestial symphony. We'll sway with every step we leave our cares behind. In this celestial ballroom, love's defined. Caught in the spell of the cosmic night, the fences bloom in the pale moonlight. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. The shimmering galaxies will find our way, guided by love's everlasting sway. With each celestial heartbeat, we dance on in this cosmic gate as we twirl in the magic of the cosmic light. ആ നടക്ക് നടക്ക്. പൊന്ന ഹായ്. കുട്ടീനെ പിടിക്കൂ. പൊന്ന പൊന്ന സേ സംതിങ്. നോക്ക് പൊന്ന ഒന്ന് തിരിയേ എന്തെങ്കിലുമൊക്കെ പറ. ഇഷയോഗ എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇഷയോഗയ്ക്ക് നമ്മളങ്ങനെ ഭയങ്കര ഫീലായിട്ടുണ്ട് അല്ലേ അക്ര പറഞ്ഞേ? Gracias.
അങ്ങോട്ട് നോക്കൂ ഒന്ന്. എങ്ങനെയുണ്ട്? ആ അതൊക്കെ എടുത്തു. ഇപ്പോൾ നമ്മൾ ഈ ഷെയറുടെ ഉള്ളിൽ ഫോണ് അലൗഡ് ആയിരുന്നില്ല. നമ്മുടെ 4 ഭാഗത്തേക്ക് പോകാനായിട്ട് ഫോൺ അലൗഡ് ആയിരുന്നില്ല. എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ധ്യാനിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. നല്ല ഒരു ഭയങ്കര ആത്മീയതയാണ് അവിടെ. പിന്നെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സൂര്യകുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അതുപോലെ തന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിംഗഭൈരവി എന്ന് പറഞ്ഞിട്ടൊരു ആരാധന കേന്ദ്രം ഉണ്ടായിരുന്നു. അത് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. ശരിക്കും നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ്. തണവും എല്ലാം കൂടിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ തോന്നും. അത്രയധികം ഫീലാണ് അവിടെ ഇരിക്കുമ്പോൾ. പിന്നെ നമുക്ക് ധ്യാനലിംഗം ഉണ്ട്, അതും കണ്ടു. അങ്ങനെ 4 ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. നമുക്കതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം അവിടെ ഫോൺ അലൗഡല്ല. ഫോണെല്ലാം നമ്മൾ പുറത്ത് ബാഗിൽ വെച്ചിട്ടാണ് പോയത്. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity
allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. Lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him.